നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹൈക്കോടതി വിധി സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന് റോഷി അഗസ്റ്റിൻ MLA. KM മാണിയുടെ രാഷ്ട്രീയ പൈതൃകം നിലനിർത്താൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിന് സാധിക്കുമെന്ന് വിധിയിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പീൽ നൽകുമെന്ന് വീണ്ടും PJ ജോസഫ് പറയുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് റോഷി. കോവിഡ് രോഗികൾ സ്പെഷ്യൽ വോട്ടർമാർ. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിനായി വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ വോട്ടെടുപ്പിന് തലേദിവസം വൈകിട്ട് 3 മണി വരെ അപേക്ഷിക്കാം. അതിനുശേഷം അപേക്ഷിക്കുന്നവർക്ക് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാമെന്നും നിർദ്ദേശം. ഇടുക്കി ജില്ലയിൽ കോവിഡ് ആശങ്ക ഒഴിയുന്നില്ല. ജില്ലയിൽ ഇന്നലെ 85 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 52 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗബാധ. ഇതിൽ 33 പേരുടെ ഉറവിടം വ്യക്തമല്ല. 62 പേർക്ക് രോഗമുക്തി. പട്ടയഭൂമികളിലെ വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിട നിർമ്മാണ നിയന്ത്രണം സംസ്ഥാനത്തിന് മുഴുവൻ ബാധകമാക്കണമെന്ന ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചതിനെതിരെ വേണ്ടിവന്നാൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. നിയമം കൊണ്ടുവന്ന് വിധിയെ മറികടക്കാൻ സർക്കാർ ശ്രമിക്കും. കൃഷിക്കാരോടും ജനങ്ങളോടും ഒപ്പമാണ് സർക്കാർ എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും മന്ത്രി. രാജാക്കാടിനു പിറകെ രാജകുമാരിയിലും ക്യാമറ നിരീക്ഷണത്തിലാക്കാൻ പദ്ധതിയുമായി പോലീസ്. അനധികൃത പാർക്കിംഗും ഗതാഗത കുരുക്കും ഒഴിവാക്കാനാവുമെന്ന് വിലയിരുത്തൽ. പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത്, വ്യാപാരികൾ എന്നിവരുടെ സഹകരണത്തോടെ. വാർത്തകൾ വിശദമായി. തദ്ദേശപ്പോര്. ഹൈക്കോടതി വിധി സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന് റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. KM മാണിയുടെ രാഷ്ട്രീയ പൈതൃകം കേരള രാഷ്ട്രീയത്തിൽ നിലനിർത്താൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിന് സാധിക്കുമെന്ന് ഈ വിധിയിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പീൽ നൽകുമെന്ന് വീണ്ടും PJ ജോസഫ് പറയുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും റോഷി അഗസ്റ്റിൻ MLA കട്ടപ്പനയിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എന്ന പേരും 2 ലക്ഷവും ജോസ് കെ മാണി വിഭാഗത്തിന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതിനെ ചോദ്യം ചെയ്ത് PJ ജോസഫ് കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളുകയും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ട തീരുമാനം ശരിവെക്കുകയും ചെയ്ത ഹൈക്കോടതി നടപടി സത്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വിജയമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തീരുമാനത്തിലൂടെ ആദ്യഘട്ട വിജയം കൈവരിക്കാൻ കഴിഞ്ഞുവെന്നും റോഷി അഗസ്റ്റിൻ MLA പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വിജയമാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ അംഗീകരിച്ചുകൊണ്ടുള്ള കോടതിയുടെ വിധി. ചിഹ്നവും കൂടി ലഭിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിൻ്റെ ഓർമ്മകൾ ഇനി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് കേരള കോൺഗ്രസ് എന്ന ഘടകകക്ഷിയെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കുക. ആ നിലയിൽ ഈ വിധിയെ ഞങ്ങളേറെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളേറെ സന്തുഷ്ടരാണ്. പാർട്ടി പ്രവർത്തകർ വളരെയേറെ ആഹ്ലാദഭരിതരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരും ഇടതുപക്ഷ മുന്നണിയും വളരെയേറെ മുന്നോട്ട് പോകുന്നതിനും ബഹുദൂരം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുന്നേറുന്നതിനും ഈ വിധി സാധൂകരിക്കും. KM മാണിയും കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഈ പാർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കാർഷിക മേഖലയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുവാനും ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അപ്പീൽ നൽകുമെന്ന PJ ജോസഫിന്റെ വാദം നിലനിൽക്കാത്തതും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും കട്ടപ്പന പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MLA കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് മനോജ് തോമസ്, ജോസ് ടിയിൽ, അഡ്വക്കേറ്റ് ജോഷി മണിമല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. LDF ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാനാണ് UDFും NDAയും ശ്രമിക്കുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. LDF കട്ടപ്പന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF കട്ടപ്പന നഗരസഭയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെയാണ് കൺവെൻഷനുകൾക്ക് തുടക്കമായത്. കട്ടപ്പന CSI ഗാർഡനിൽ നടന്ന കൺവെൻഷൻ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സമീപനമാണ് വലതുമുന്നണിയും NDAയും സ്വീകരിക്കുന്നത്. ED പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേരളത്തിലേക്കുള്ള വരവ് മുൻകൂട്ടിയുള്ള അജണ്ടയുടെ ഭാഗമാണെന്നും മന്ത്രി പറഞ്ഞു. ഈ നിലയിലുള്ള ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താതെ RSSന്റെയും BJPയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെ ചിന്ത എന്താ? എങ്ങനെയും ഇത് തള്ളിയിട്ടാൽ എന്തെങ്കിലും ആട്ടെ, ഉമ്മൻചാണ്ടിയോ ചെന്നിത്തലയോ വന്ന ചാക്കി കയറ്റാമെന്ന് അവർക്കറിയാം. അത് തന്നെയാ പണി, വേറെ പണിയൊന്നുമില്ല. ചാക്കി കയറുമ്പോൾ 10 കോടി 50 കോടി എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾക്ക് കാണുമ്പം വെള്ളം വായിക്കൂടി ഒലിക്കുന്നു പോലെയാണ് കോൺഗ്രസ്സുകാർക്ക്. അതല്ലേ
ഞാൻ പറയാൻ ചുമ്മാ ഇരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഇതേപ്പറ്റി പഠിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കോൺഗ്രസിന്റെ സംസ്ഥാനത്ത് ഇപ്പൊ ഗവൺമെന്റ് എവിടെ ഉള്ളേ? മധ്യപ്രദേശ് അടക്കം രാജസ്ഥാൻ അടക്കം എല്ലാ അട്ടിമറിച്ചില്ലേ? എങ്ങനെ വലിയ ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്തില്ലേ? മുഴുവൻ എണ്ണത്തെ ചാക്കി കയറ്റി കാശ് കൊടുത്ത് കൂറ് മാറ്റി. അതാ ഇവിടെ അത് നടത്തിയല്ല നമ്മുടെ അടുത്ത്. ഞങ്ങൾ ചാക്കി കയറുകയല്ല. അതാണ് പ്രശ്നം. പ്രതിപക്ഷ പാർട്ടികൾ സംസ്ഥാനത്ത് നടത്തിയ അനാവശ്യ സമരങ്ങൾ കോവിഡ് വ്യാപനത്തിന് ഇടയാക്കി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റിഹേഴ്സലായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും മന്ത്രി സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ, CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി BR സജി, CPI മണ്ഡലം സെക്രട്ടറി BR ശശി, കേരള കോൺഗ്രസ് ജോസ് പക്ഷം കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് മനോജ് M തോമസ്, അനിൽ കൂവപ്ലാക്കൽ, TP ജോസഫ് തുടങ്ങിയ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. കോവിഡ് രോഗികൾ സ്പെഷ്യൽ വോട്ടർമാരായി. വോട്ട് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളായി വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ വോട്ടെടുപ്പിന് തലേദിവസം വൈകിട്ട് 3 മണി വരെ അപേക്ഷിക്കുന്നവർക്കാണ് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിന് അർഹത. അതിനുശേഷം അപേക്ഷിക്കുന്നവർക്ക് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാം. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളായി തപാൽ വോട്ടിനും ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാനും അവസരമുണ്ട്. വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ വോട്ടെടുപ്പിന് തലേദിവസം വൈകിട്ട് 3 മണി വരെ അപേക്ഷിക്കുന്നവർക്കാണ് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിന് അർഹത. അതിനുശേഷം അപേക്ഷിക്കുന്നവർക്ക് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് കേരള മുനിസിപ്പാലിറ്റി നിയമത്തിൽ ഭേദഗതി വരുത്തി ഉടൻ വിജ്ഞാപനമിറക്കും. കോവിഡ് രോഗികളെ സ്പെഷ്യൽ വോട്ടർമാർ എന്ന നിർവചനം നൽകിയാണ് നിയമ ഭേദഗതി. വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ വോട്ടെടുപ്പ് ദിവസത്തിന്റെ തലേന്ന് വൈകിട്ട് 3 മണി വരെ സ്പെഷ്യൽ തപാൽ വോട്ടിനായി അപേക്ഷിക്കാം. ഇവരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കും. ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് തപാൽ വോട്ടിന് മാത്രമാകും അർഹത. സ്പെഷ്യൽ തപാൽ വോട്ടിന് അർഹരാകുന്നവർക്ക് ബൂത്തിലെത്തി വോട്ട് ചെയ്യാനാകില്ല. വോട്ടെടുപ്പിന് തലേദിവസം 3 മണിക്ക് ശേഷം അപേക്ഷിക്കുന്നവർക്കാണ് ബൂത്തുകളിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാനുള്ള അനുമതി. വോട്ടെടുപ്പ് സമയത്തിന്റെ അവസാന 1 മണിക്കൂർ ഇവർക്കായി മാറ്റിവെക്കും. ഓരോ ജില്ലയിലും പ്രത്യേക ചുമതല നൽകുന്ന ഹെൽത്ത് ഓഫീസർക്കായിരിക്കും ഈ വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം. ജില്ലാ കളക്ടർ ഈ പട്ടിക ജില്ലയിലെ വരണാധികാരികൾക്ക് നൽകണം. ഒരു ജില്ലയിലെ പട്ടികയിൽപ്പെട്ട വോട്ടർക്ക് വോട്ട് മറ്റൊരു ജില്ലയിലാണെങ്കിൽ അത് ആ ജില്ലയിലെ വരണാധികാരിയെ അറിയിക്കണം. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് കൈപ്പറ്റിയ വോട്ടർ ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം റിട്ടേണിംഗ് ഓഫീസർമാർക്കായിരിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്യാനും തിരികെ വാങ്ങാനുമായി പ്രത്യേക പോളിംഗ് ഓഫീസർമാരെയും നിയമിക്കും. ഇവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കും. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാൻ പ്രത്യേക ഫോമും തയ്യാറാക്കിയിട്ടുണ്ട്. വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റ് സ്പെഷ്യൽ ഓഫീസർക്ക് നേരിട്ട് നൽകുകയോ രജിസ്ട്രേഡ് പോസ്റ്റായി അയക്കുകയോ ചെയ്യാം. വോട്ടെടുപ്പ് ദിവസത്തിനു മുന്നേ പോസ്റ്റൽ വോട്ടുകളുടെ വിതരണം പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. വോട്ടെടുപ്പിന് തലേദിവസം 3 മണിക്ക് ശേഷം പട്ടികയിൽ ഉൾപ്പെടുന്ന വോട്ടർമാർക്ക് പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകും. ഈ സർട്ടിഫിക്കറ്റുമായി വേണം വോട്ടെടുപ്പ് ദിവസം ബൂത്തിലെത്താൻ. ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ RSP കോൺഗ്രസിനെ പിന്തുണയ്ക്കില്ല. 2 പഞ്ചായത്തുകളിലായി 3 വാർഡിൽ RSP ഒറ്റയ്ക്ക് മത്സരിക്കും. മറ്റു വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 4, 5 വാർഡുകളിലും പാമ്പാടുംപാറ പഞ്ചായത്തിലെ 12ാം വാർഡിലുമാണ് RSP ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. UDFൽ മാസങ്ങൾക്ക് മുമ്പ് മുതൽ ആരംഭിച്ച സീറ്റ് ചർച്ചയിൽ RSPക്ക് നെടുങ്കണ്ടത്ത് ഒരു വാർഡ് വാഗ്ദാനം ചെയ്തിരുന്നു. നെടുങ്കണ്ടം പഞ്ചായത്തിലെ കൈലാസപ്പാറ വാർഡാണ് RSP ആവശ്യപ്പെട്ടത്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് കൈലാസപ്പാറയ്ക്ക് പകരം ഇല്ലിക്കാനം നൽകാമെന്നായിരുന്നു ധാരണ. എന്നാൽ അവസാനം ഈ തീരുമാനത്തിൽ നിന്നും കോൺഗ്രസ് പിന്മാറുകയായിരുന്നു. ഇതോടെയാണ് 3 വാർഡുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ RSP തീരുമാനിച്ചത്. ഞങ്ങളെ അവഗണിച്ചത് ഏറ്റവും വലിയ രാഷ്ട്രീയ വഞ്ചനയാണ് എന്ന് പൊതുസമൂഹം തന്നെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് ആ വഞ്ചനാ രാഷ്ട്രീയത്തിന് എതിരായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മത്സരം RSPയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ ആരെ പിന്തുണയ്ക്കും എന്നതിനെ സംബന്ധിച്ചാണ് കൂടി ആലോചിക്കും. ഉടുമ്പൻചോല മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ RSP പിന്തുണയ്ക്കില്ല. പാർട്ടി മത്സരിക്കാത്ത മേഖലകളിൽ ജനസമ്മതരായ സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കും. UDFലെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന വാർഡുകളിൽ പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വണ്ടൻമേട് പഞ്ചായത്തിൽ 3 മുന്നണികളും ആവേശത്തിലാണ്. 2 പതിറ്റാണ്ടിലധികമായി UDF ഭരിക്കുന്ന പഞ്ചായത്താണിത്. ഇത്തവണ ഭരണം നിലനിർത്താൻ UDFും ഭരണം തിരിച്ചെടുക്കാൻ LDFും NDAയും കനത്ത പോരാട്ടത്തിലാണ്. 1964 നിലവിൽ വന്ന വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളാണുള്ളത്. ഇതിൽ UDFന് 10 അംഗങ്ങളുണ്ട്. LDFന് 5ഉം BJPക്ക് 3 അംഗങ്ങൾ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലുണ്ട്. മാലിന്യ പ്രശ്നം ഏറെയുള്ള പഞ്ചായത്തായിരുന്നു വണ്ടൻമേട്.
ഇവയൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് ഭരണസമിതി. പഞ്ചായത്തിലെ 18 വാർഡുകൾ ഉൾപ്പെടുന്ന മാലിയിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും തുമ്പൂർ മൊഴി മാതൃകയിൽ ഉറവിട സംസ്കരണം നടപ്പാക്കുകയും ചെയ്തു. ഹരിതകർമ്മ സേനയെ ഉപയോഗിച്ച് ശാസ്ത്രീയമായി മാലിന്യ ശേഖരണം നടത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കട്ടപ്പന നഗരസഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. ലൈഫ് ഭവന പദ്ധതിയിൽ 330 ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി 283 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ക്ഷീരകർഷകർക്കായി 2 കോടി രൂപയിലധികം ചെലവഴിച്ചു. പഞ്ചായത്ത് കാര്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ച് ISO സർട്ടിഫിക്കറ്റ് നേടിയെടുത്തു. ഇവയെല്ലാം പ്രചരണ രംഗത്ത് എടുത്തുകാട്ടുകയാണ് UDF. എല്ലാ മേഖലകളിലും നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോറും റോഡുകളുടെ പുനരുദ്ധാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് 4 കോടി രൂപയോളം ഓരോ വർഷങ്ങളിലും ചെലവഴിച്ചിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ റോഡ് വികസനത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ എല്ലാ മേഖലകളിലും തന്നെ, അത് രാഷ്ട്രീയപരത്തിന് ഉപരിയായി തന്നെ എല്ലാ മേഖലയിലും 18 വാർഡുകളിലും എല്ലാ റോഡുകളും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതി കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നേട്ടം. 25 വർഷമായി UDF വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നുണ്ടെങ്കിലും ഗ്രാമീണ റോഡുകൾ പോലും ഇതുവരെയും പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തെരുവ് വിളക്കുകൾ പോലും പ്രവർത്തനക്ഷമമല്ല. മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണമായും നടപ്പായില്ല. പുറ്റടി, നെറ്റിത്തൊഴു, കടശിക്കടവ് എന്നിവിടങ്ങളിലെ മാലിന്യം നീക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല. പഞ്ചായത്ത് തനത് വരുമാനം വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. 5 വർഷക്കാലം കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പരാജയമായിരിക്കുന്നു. കാർഷിക മേഖല പരാജയപ്പെട്ടിരിക്കുന്നു, തോട്ടം മേഖല പരാജയപ്പെട്ടിരിക്കുന്നു, റോഡുകൾ, വെള്ളങ്ങൾ, ഇങ്ങനെ വികസനമില്ലാത്ത ഒരു പരിപാടിയായി മാറിയിരിക്കുന്നു. UDFന് തമ്മിത്തല്ലല്ലാതെ വികസന കാര്യത്തിൽ യാതൊരുമായ ഇതില്ല. എന്നാൽ LDF UDF കൂടെ ഒന്നിച്ചു കൂടിക്കൊണ്ടാണ് ഈ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് 2000 1 സീറ്റ് ഉണ്ടായിരുന്നു, 2005 2 സീറ്റ് ഉണ്ടായിരുന്നു, 2015 3 സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 3 സീറ്റുകളുമായി BJP ഈ തെരഞ്ഞെടുപ്പിൽ വണ്ടൻമേട് പഞ്ചായത്ത് ഭരിക്കുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത്. വണ്ടൻമേട് പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതവും അഴിമതിയും മറനീക്കി പുറത്തു വന്നതായി LDF നേതാക്കൾ പറഞ്ഞു. 7ാം വാർഡിൽ നിർമ്മിച്ച റോഡ് 6 മാസത്തിനുള്ളിൽ തകർന്നത് ഇതിനുദാഹരണമാണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ട പരിഗണന നൽകിയില്ല. ഇത് LDFനെ ഭരണത്തിലെത്തിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. കോൺഗ്രസും BJPയുമായി ഉള്ള ഒരു രഹസ്യ ധാരണയാണ്. അങ്ങനെയാണ് അവരെ വാർഡുകളിൽ മത്സരിക്കുന്നത്. ആ ധാരണ UDFന്റെ പഞ്ചായത്ത് ഭരണസമിതിയിലും അവർ ആ ധാരണ വെച്ചുകൊണ്ടാണ് ഭരണകാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ 2 രാഷ്ട്രീയ കക്ഷിയുടെയും അല്ലെങ്കിൽ മുന്നണിയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പഞ്ചായത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി അഴിമതി കാണിച്ച് പണം സമ്പാദിക്കുക എന്നുള്ള കാര്യം ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJPയും കോൺഗ്രസും തമ്മിൽ യോജിച്ച് ഇവിടെ മത്സരിക്കുകയും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. BJPക്ക് നിർണായക സ്വാധീനമുള്ള ഗ്രാമപഞ്ചായത്താണ് വണ്ടൻമേട്. അതുകൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികൾ ഭരണത്തിനു വേണ്ടി കിണഞ്ഞു ശ്രമിക്കുമ്പോഴും ഇത്തവണ കരുത്ത് തെളിയിച്ച് ഭരണത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP. ഇടവേള. ജാഗ്രതയോടെ നേരിടാം. ജില്ലയിൽ ഇന്നലെ 85 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 52 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗബാധ ഉണ്ടായത്. ഇതിൽ 33 പേരുടെ ഉറവിടം വ്യക്തമല്ല. 62 പേർ രോഗമുക്തരായി. ജില്ലയിൽ 85 പേർക്ക് കൂടി COVID-19 പോസിറ്റീവായി. 52 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 33 പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 62 പേർക്ക് ഇന്നലെ രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ 1891 പേരാണ് ഇപ്പോൾ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. രോഗവ്യാപനം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ജില്ലയിലുള്ളത്. ഈ രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 1, 2, 3, 15, 16 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ കർശന നിയന്ത്രണങ്ങളാവും ഉണ്ടാവുക. കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ടയാർ പഞ്ചായത്തിൽ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടന്നു. ചെൻപാകപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. ഇരട്ടയാർ പഞ്ചായത്തിൽ ഉറവിടമറിയാത്ത 4 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 7ാം വാർഡിൽ ഉൾപ്പെട്ട ഇരട്ടയാർ ടൗൺ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ചെമ്പാപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് ഇരട്ടയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടത്തിയത്. വ്യാപാരികൾ, കോവിഡ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്ന് നിരീക്ഷണത്തിൽ കഴിയുന്നവർ, അതിഥി തൊഴിലാളികൾ എന്നിവർക്കായാണ് ടെസ്റ്റ് നടത്തിയത്. ഉറവിടമറിയാത്ത 4 കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ടൗണിൽ
മുഴുവൻ വ്യാപാരികളെയും ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി അവർ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 125 പേരെ ടെസ്റ്റിന് വിധേയരാക്കി. ഇതിൽ ഒരു കുടുംബത്തിലെ 2 പേർക്ക് ടെസ്റ്റിൽ കോവിഡ് പോസിറ്റീവായി. ഇവർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. പ്രത്യേകിച്ച് രോഗലക്ഷണമൊന്നുമില്ലാത്തതിനാൽ ഇവരെ വീട്ടുനിരീക്ഷണത്തിലാക്കിയതായി പ്രാഥമികാരോഗ്യ കേന്ദ്രം അധികാരികൾ പറഞ്ഞു. തിങ്കളാഴ്ച 2ാം വട്ട ആന്റിജൻ ടെസ്റ്റ് നടത്തും. ന്യൂസ് ബ്യൂറോ, ഇരട്ടയാർ. പട്ടയഭൂമിയിലെ വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിട നിർമ്മാണ നിയന്ത്രണം സംസ്ഥാനത്തിന് മുഴുവൻ ബാധകമാണെന്ന ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചതിനെതിരെ വേണ്ടി വന്നാൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. നിയമം കൊണ്ടുവന്ന് വിധിയെ മറികടക്കാൻ സർക്കാർ ശ്രമിക്കും. കൃഷിക്കാരോടും ജനങ്ങളോടും ഒപ്പമാണ് സർക്കാർ. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. കേരള ഹൈക്കോടതി വിധിച്ചു, മൂന്നാർ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പം NOC വേണം, നിയന്ത്രണം വേണം. അതിൽ നിയന്ത്രണം കൊണ്ടതിനെ പറ്റി നമ്മൾ ആലോചിച്ചപ്പോൾ വൈശന്മാരിക്കാരി കോൺഗ്രസുകാരി കേസ് കൊടുത്തു ഹൈക്കോടതി. കൊഴൽനാടൻ KPCC ജനറൽ സെക്രട്ടറി വാദിച്ചു എന്തായി? കേരളം മുഴുവൻ നടപ്പിലാക്കിയപ്പോൾ പറഞ്ഞു. അതെ, ഇപ്പൊ ഗവൺമെന്റ് അപ്പീൽ കൊടുത്തു. അപ്പീലിൽ ദോഷമായിട്ട് വിധി ഇല്ലേ? വിശാലം ഇന്ന് പത്രത്തിൽ വന്നാലേ അറിയൂ. സ്റ്റേ ചെയ്യിക്കാനാണ് നോക്കിയത് ആ വിധി. അത് കേരളം മുഴുവൻ നടപ്പിലാക്കിക്കൊള്ളാനാണ് വേണേ. ഇനി ആർക്കും വിശാലം നോക്കിയാലേ പറയാൻ പറ്റും. എന്തായാലും അതിനെപ്പറ്റി നമ്മൾ നടപടിയെടുക്കും. അതാണ് വേണ്ടി വന്നാൽ ഇനിയും കോടതിയെ സമീപിക്കാനോ നിയമം കൊണ്ടുവന്ന് മറികടക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യും. ഗവൺമെന്റ് ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല ഈ കാര്യത്തില്. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. കൃഷിക്കാരോടൊപ്പമാണ്, ജനങ്ങളോടൊപ്പമാണ് ഗവൺമെന്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇതെല്ലാം പറഞ്ഞത് ഇല്ലാത്ത പ്രശ്നമാണ്. രാജാക്കാട്ടിൽ ക്യാമറകൾ സ്ഥാപിച്ചതിനു തൊട്ടു പിന്നാലെ ഗതാഗത കുരുക്കും അനധികൃത പാർക്കിങ്ങും തകൃതിയായി നടക്കുന്ന രാജകുമാരി ടൗണിലും ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി രാജാക്കാട് പോലീസ്. പഞ്ചായത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ടൗണുകളിൽ ഒന്നാണ് അടിമാലി പൂപ്പാറ. സംസ്ഥാന പാതയിലെ രാജകുമാരി ടൗൺ. എന്നാൽ ഇരുവശങ്ങളിലുമുള്ള അനധികൃത പാർക്കിങ്ങും ഗതാഗതക്കുരുക്കും നിത്യസംഭവമാണ്. പാർക്കിങ്ങിന് വേണ്ട സംവിധാനമില്ലാത്തതിനാൽ ടാക്സി തൊഴിലാളികളും സ്വകാര്യ വാഹന ഉടമകളുമായി നിരന്തരം സംഘർഷങ്ങളും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഇത് കയ്യാങ്കളി വരെ എത്തും. ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനും അനധികൃത പാർക്കിങ്ങിന് തടയിടുന്നതിനും വേണ്ടി ടൗണിൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടൗണിൽ പഞ്ചായത്തിന്റെയും മർച്ചന്റ് അസോസിയേഷന്റെയും സഹകരണത്തോടെ ക്യാമറകൾ സ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചിരിക്കുന്നത്. രാജാക്കാട് ലിമിറ്റിലെ മറ്റൊരു ടൗണായ രാജകുമാരിയിലും ഇതേപോലെ ട്രാഫിക് സംബന്ധമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അലക്ഷ്യമായ പാർക്കിംഗാണ് ഏറ്റവും പ്രധാനമായിട്ടും. റോഡ് ബ്ലോക്ക് ആവുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പഞ്ചായത്തും അവിടുത്തെ മർച്ചൻറ്റ്സ് അസോസിയേഷനും പോലീസും ചേർന്ന് അവിടെ ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10ഓളം ക്യാമറകളാണ് സ്ഥാപിക്കാനായി ഉദ്ദേശിക്കുന്നത്. അടുത്തുടനെ തന്നെ അവിടെ ക്യാമറ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാകുന്നതാണ്. രാജാക്കാട് ടൗണിൽ ക്യാമറകൾ സ്ഥാപിച്ചതിനു ശേഷം അനധികൃത പാർക്കിംഗ് നടത്തുന്ന വാഹനങ്ങളുടെ നമ്പർ സ്റ്റേഷനിൽ നോട്ട് ചെയ്ത് വാഹന ഉടമയ്ക്ക് നോട്ടീസ് അയച്ച് പിഴയടപ്പിക്കുന്ന നടപടി സ്വീകരിച്ചതോടെ അനധികൃത പാർക്കിങ്ങിനും ഇതുമൂലമുള്ള ഗതാഗത കുരുക്കിനും പരിധിവരെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും രാജാക്കാട് CI HL ഹണി പറഞ്ഞു. രാജകുമാരിയിലും ക്യാമറകൾ സ്ഥാപിക്കുന്നതോടെ വലിയ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. വിളവെടുപ്പിന് ഏതാനും നാളുകൾ മാത്രം ശേഷിക്കെ കുരുമുളക് വിലയിൽ കാര്യമായ വർധനവുണ്ടാകാത്തത് കുരുമുളക് കർഷകർക്ക് നിരാശ നൽകുന്നു. അടിമാലി മേഖലയിൽ 330-അടുത്താണ് ഇപ്പോഴത്തെ കുരുമുളക് വില. വിലയിടിവിനൊപ്പം കുരുമുളക് ചെടികൾക്ക് രോഗബാധ ഉണ്ടാകുന്നതും കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. കറുത്ത പൊന്നിന് പഴയ തിളക്കമില്ലെന്നാണ് കർഷകരുടെ വാദം. വിളവെടുപ്പിന് ഇനി നാളുകൾ മാത്രം ശേഷിക്കെ കുരുമുളക് വിലയിൽ കർഷകർക്ക് പ്രതീക്ഷ നൽകും വിധം വർധനവ് ഉണ്ടായിട്ടില്ല. അടിമാലി മേഖലയിൽ 330-അടുത്താണ് ഇപ്പോഴത്തെ കുരുമുളക് വില. 700-ന് മുകളിൽ നിന്നും വില താഴോട്ട് പതിച്ചിട്ട് നാളുകൾ ഏറെയായി. വിലയിൽ വർധനവ് ഉണ്ടാകാത്തത് കർഷകർക്ക് നിരാശ സമ്മാനിക്കുന്നുണ്ട്. കുരുമുളക് കൊണ്ട് സമ്പുഷ്ടമായിരുന്ന ഹൈറേഞ്ച് ഇന്ന് മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഏലവും അതുപോലെ ജാതി, പൈനാപ്പിൾ പോലുള്ള കൃഷിയിലേക്ക് കുരുമുളക് കർഷകർ തിരിഞ്ഞിരിക്കുന്ന ഒരു കാലം വന്നിരിക്കുകയാണ്. കുരുമുളക് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കുരുമുളകിന് 1000 രൂപയെങ്കിലും 1 കിലോഗ്രാമിന് ഇന്ന് ലഭിച്ചെങ്കിൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കുവാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം രോഗകീടബാധകളും എല്ലാം വ്യാപിച്ച കുരുമുളക് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഹൈറേഞ്ചിലെ കർഷകർ നേരിടുന്നത്. കുരുമുളക് കർഷകരെല്ലാം ആത്മഹത്യയുടെ വക്കിലാണ്.
വിലയിടിവിനൊപ്പം കുരുമുളക് ചെടികൾക്ക് രോഗബാധ ഉണ്ടാകുന്നതും കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞ് തണ്ടുകൾ കരിഞ്ഞുണങ്ങി ചെടി നശിക്കാൻ കുറഞ്ഞ ദിവസങ്ങൾ മതി. നല്ല കായ്ഫലം നൽകിയിരുന്ന കുരുമുളക് ചെടികൾ പോലും ദിവസങ്ങൾക്കുള്ളിൽ കരിഞ്ഞുണങ്ങും. വിളവെടുപ്പ് ആരംഭിച്ച കൂടുതൽ കുരുമുളക് വിപണിയിലെത്തിയാൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിളവെടുപ്പിന്റെ തുടക്കകാലത്തെങ്കിലും മെച്ചപ്പെട്ട വില ലഭിച്ചാൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാനാകൂ എന്നും കർഷകർ പറയുന്നു. കെ സനമോത്, ന്യൂസ് ബ്യൂറോ, അടിമാലി. പാടശേഖരങ്ങൾ പടിയിറങ്ങുമ്പോഴും നെൽകൃഷി നെഞ്ചോട് ചേർത്തൊരു യുവ കർഷകനുണ്ട് രാജാക്കാട്ടിൽ. കുടിയേറ്റ കർഷക കുടുംബത്തിലെ അംഗമായ പരവരാഗത്ത് റോയിയാണ് നെൽകൃഷി വിജയം നേടുന്നത്. സമീപത്തെ മുഴുവൻ കർഷകരും നെൽകൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടും ഒരു തവണ പോലും റോയിയുടെ കൃഷി മുടങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉണ്ടായിരുന്ന കുടിയേറ്റ ഗ്രാമമാണ് രാജാക്കാട്. അന്ന് പഴമക്കാർ രാജാക്കാടിനിട്ട പേരാണ് വലിയകണ്ഠമെന്ന്. എന്നാൽ ആ പേരിന് പഴമയുടെ ഓർമ്മകളിൽ മാത്രമാണുള്ളത്. 110 ഹെക്ടർ പാടശേഖരമുള്ള രാജാക്കാട് പഞ്ചായത്തിൽ ഇപ്പോൾ കൃഷിയിറക്കുന്നത് 10 ഹെക്ടറിൽ താഴെ മാത്രം. പാടശേഖരങ്ങൾ ഭൂരിഭാഗവും തരിശായി കിടക്കുകയാണ്. മറ്റിടങ്ങളിൽ തന്നാണ്ട് വിളകൾ ഇടം പിടിച്ചു. തൊഴിലാളി ക്ഷാമവും അമിതമായ ഉൽപാദന ചിലവും വേണ്ട രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും ഇല്ലാത്തതാണ് കർഷകർ നെൽകൃഷിയിൽ നിന്നും പിൻവാങ്ങാൻ കാരണം. എന്നാൽ കടുത്ത പ്രതിസന്ധിയിലും ഇന്നുവരെ റോയി നെൽകൃഷി മുടക്കിയിട്ടില്ല. ഇനി എന്ത് നഷ്ടം വന്നാലും മുടക്കുകയില്ലെന്നാണ് റോയിയുടെ നിലപാട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള അരി ഉണ്ടാക്കാനുള്ള നെല്ല് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിനകത്ത് വിഷമയമില്ലാത്ത ആഹാരം നമുക്ക് കഴിക്കാം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ്. അതിനുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാൻ കൂടെ നമ്മൾ പച്ചക്കറിയും നെല്ലും എല്ലാം നമ്മുടെ കൃഷി നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരു ജലദോഷമോ അങ്ങനെയുള്ള അസുഖങ്ങൾ പോലും നമുക്ക് ഉണ്ടാകാറില്ല. ആരോഗ്യത്തിനകത്തൊരു കുറവുമില്ല. പാടത്തിറങ്ങാൻ ആളില്ലാത്തതിനാൽ റോയിയും ഭാര്യ മേഴ്സിയും മക്കളായ എബിനും നിതിനും ചേർന്നാണ് കൃഷി പരിപാലനം. ഇത്തവണയും 100 മേനി വിളവാണ് റോയിക്ക് ലഭിച്ചത്. വിളവെടുക്കാൻ ഇത്തവണ അയൽവാസികളും എത്തി. കൊയ്തെടുക്കുന്ന കറ്റകൾ ടാർപോളിൻ വിരിച്ച് അതിൽ നിരത്തി ഓമിനി വാൻ കയറ്റിയാണ് മെതിച്ചെടുക്കുന്നത്. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ സംഘങ്ങൾക്കും JLG ഗ്രൂപ്പുകൾക്കും സഹായങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളായി കൃഷി മുടങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കർഷകർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹൈക്കോടതി വിധി സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന് റോഷി അഗസ്റ്റിൻ MLA. KM മാണിയുടെ രാഷ്ട്രീയ പൈതൃകം നിലനിർത്താൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിന് സാധിക്കുമെന്ന് വിധിയിലൂടെ തെളിയിക്കപ്പെട്ടു. അപ്പീൽ നൽകുമെന്ന് വീണ്ടും PJ ജോസഫ് പറയുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയുമാണെന്ന് റോഷി. കോവിഡ് രോഗികൾ സ്പെഷ്യൽ വോട്ടർമാർ. കോവിഡ് രോഗികൾക്ക് വോട്ട് ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിനായി വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് മുതൽ വോട്ടെടുപ്പിന് തലേ ദിവസം വൈകിട്ട് 3 മണി വരെ അപേക്ഷിക്കാം. അതിനുശേഷം അപേക്ഷിക്കുന്നവർക്ക് ബൂത്തിൽ നേരിട്ടെത്തി വോട്ട് ചെയ്യാമെന്നും നിർദ്ദേശം. ഇടുക്കി ജില്ലയിൽ കോവിഡ് ആശങ്ക ഒഴിയുന്നില്ല. ജില്ലയിൽ ഇന്നലെ 85 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 52 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗബാധ. ഇതിൽ 33 പേരുടെ ഉറവിടം വ്യക്തമല്ല. 62 പേർക്ക് രോഗമുക്തി. പട്ടയഭൂമികളിലെ വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിട നിർമ്മാണ നിയന്ത്രണം സംസ്ഥാനത്തിന് മുഴുവൻ ബാധകമാക്കണമെന്ന ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചതിനെതിരെ വേണ്ടിവന്നാൽ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. നിയമം കൊണ്ടുവന്ന് വിധിയെ മറികടക്കാൻ സർക്കാർ ശ്രമിക്കും. കൃഷിക്കാരോടും ജനങ്ങളോടും ഒപ്പമാണ് സർക്കാർ എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും മന്ത്രി. രാജാക്കാടിനു പിറകെ രാജകുമാരിയിലും ക്യാമറ നിരീക്ഷണത്തിലാക്കാൻ പദ്ധതിയുമായി പോലീസ്. അനധികൃത പാർക്കിങ്ങും ഗതാഗത കുരുക്കും ഒഴിവാക്കാനാവുമെന്ന് വിലയിരുത്തൽ. പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത്, വ്യാപാരികൾ എന്നിവരുടെ സഹകരണത്തോടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.